ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ ഏതായാലും വിവാഹത്തിന് വേണ്ടി അനന്തപുരിയിൽ നിന്ന് നേരെ കല്യാണ മണ്ഡപത്തിലേക്ക് എല്ലാവരും തിരിച്ചിരിക്കുകയാണ്. അതിനിടയിലായിട്ട് എല്ലാവരും ദക്ഷിണയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ എല്ലാവരും ദക്ഷിണയല്ല, നമ്മുടെ അനി ദക്ഷിണയൊക്കെ കൊടുത്തിട്ടാണ് നേരെ കല്യാണ മണ്ഡപത്തിലേക്ക് പോകുന്നത്. നമ്മുടെ നന്ദുവിന് ഒരു നോട്ടമൊക്കെ നോക്കിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ആ ഒരു സ്നേഹം ഒരിക്കലും നമ്മുടെ അനിക്ക് പോവില്ല മനസ്സിൽ നിന്ന്. അത്രമാത്രം നന്ദുവിനെ സ്നേഹിച്ചിട്ടുമുണ്ട്. ഏതായാലും നന്ദുവും നയനയും സംസാരിക്കുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ ലാസ്റ്റ് സീനായിട്ട് കണ്ടത്. അങ്ങനെ നന്ദുവിനോട് പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, മോൾക്ക് ഇതിനേക്കാളും നല്ലൊരു കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു വിവാഹാലോചന വരും. മോൾ എന്തിനാ പിന്നെ വിഷമിക്കുന്നത്? മോള് ധൈര്യമായിട്ടിരിക്കണം. മോൾ ഈ വിവാഹം കാണണം. മോൾ ഈ വിവാഹം കണ്ട് മോൾ അറിയണം അനിയുടെ വിവാഹം കഴിഞ്ഞു എന്ന്. മോളുടെ കണ്ണുകളത് മോളോട് പറഞ്ഞ് വിശ്വസിപ്പിക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് ഇനി ആ ഒരു രീതിയിലേക്ക് പോകാനായിട്ട് കഴിയുകയുള്ളൂ. പിന്നെ ഈ സാരി നീ എന്നും ഇത് ഉടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സാരി ഉടുത്ത് കണ്ടപ്പോൾ ചേച്ചിക്ക് ഒരുപാട് സന്തോഷമായി. അതുമാത്രമല്ല, ഈ സാരി ഉടുത്ത് തന്നെ എനിക്ക് നിന്നെ ഇനി കാണുകയും വേണം. നീ കല്യാണത്തിന് അണിഞ്ഞൊരുങ്ങി തലയിൽ നിറയെ മുല്ലപ്പൂ ഒക്കെ ചൂടി നിൽക്കുന്ന ഒരു പെണ്ണായിട്ട് തന്നെ എനിക്ക് നിന്നെ കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദൻ സമയം പോവുക, ബാ നമുക്കും പോകണ്ടേ, നമ്മളിവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയം തോന്നിയാലോ, അതുകൊണ്ട് ബാ നമുക്കും പോകാമെന്നും പറഞ്ഞുകൊണ്ടാണ് വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്നത് കേട്ടോ. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ നവ്യ ഇതൊന്നും അറിയുന്നില്ല. അത് വേറെ കാര്യം, നവ്യക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ നവ്യക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ നവ്യയും അതുപോലെ തന്നെ അഭിയും ജലജയും ഒക്കെ ഇറങ്ങി പോകുന്നുണ്ട്. ഇതിന്റെ പുറകെ തന്നെ നമ്മുടെ നവ്യയും അണിഞ്ഞൊരുങ്ങി ഇറങ്ങി വരികയാണ്. അപ്പൊ നവ്യക്ക് ഈ നന്ദുവിനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും എന്തൊക്കെയോ ചെറിയ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ നന്ദുവിന്റെ ഈ ഒരു നടപ്പും എടുപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആകെ മൊത്തം ഒരു മൂകതയാണല്ലോ. അങ്ങനെ നവ്യ ചോദിക്കുന്നുണ്ട് കനകദുർഗയോട്, എന്ത് പറ്റി അമ്മേ, ആകെ വല്ലാണ്ടങ്ങ് ഇരിക്കുകയാണല്ലോ. നന്ദു പഴയ നന്ദു അല്ലല്ലോ, എന്തോ നന്ദു നമ്മളിൽ നിന്നും മറയ്ക്കുന്നുണ്ട്, എന്തോ നന്ദുവിന് സംഭവിച്ചിട്ടുണ്ട്, എന്ത് പറ്റിയമ്മേ, അല്ല എന്തെങ്കിലും നിങ്ങൾ എന്നോട് പറയാതെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പൊ നവ്യ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് തന്നെ അറിയാം കനകദുർഗയ്ക്ക്. അതുകൊണ്ട് കനകദുർഗ പറഞ്ഞു, ഹേയ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അവക്ക് വേറെ എന്തെങ്കിലും ജോലിക്കാരിയൊക്കെ ഓർത്തിട്ടായിരിക്കും ടെൻഷന്, ഉള്ള ജോലിയൊക്കെ പോയിട്ടിരിക്കുകയാണല്ലോ. അപ്പം അതുമല്ല, ഇനിയിപ്പം അവളുടെ വിവാഹത്തെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ സംസാരിച്ചായിരുന്നു അവളോട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവള് വിവാഹം വേണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ടായിരിക്കും എന്ന് പറയുമ്പം ഞാനൊരു കാര്യം പറയട്ടെ അമ്മയോട്, അവൾക്ക് വിവാഹം വേണ്ടെങ്കിൽ ഇപ്പൊ അവളുടെ വിവാഹം നടത്തണ്ടമ്മേ, എന്തിനാ വെറുതെ അവളെയും വീണ്ടും കൊണ്ട് കുഴിയിൽ ചാടിക്കുന്നത്? എത്രയൊക്കെ ബന്ധമാണെങ്കിലും, എത്ര നല്ല ബന്ധമാണെങ്കിലും, എത്രയൊക്കെ ആണെങ്കിലും വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ അത് കയ്പുള്ളതാണോ മധുരമുള്ളതാണോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ കനകദുർഗ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഇതേ സമയം ആയിക്കോട്ടെ, കല്യാണ മണ്ഡപത്തിലേക്ക് ചെല്ലുകയാണ് ദേവയാനിയും. എല്ലാവരും കൂടെ കല്യാണ മണ്ഡപത്തിലേക്ക് ചെല്ലുന്നു. ദേവയാനിയുണ്ട്, ജലജയുണ്ട്, അതുപോലെ തന്നെ ജാനകിയുണ്ട്. അപ്പം ജാനകി ആണെങ്കിൽ നന്ദുവിനെ കണ്ടിട്ട് ദേഷ്യമുണ്ട്. അപ്പൊ നന്ദുവിനോട് കല്യാണ മണ്ഡപത്തിലേക്ക് വന്നേക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദു കല്യാണ മണ്ഡപത്തിലേക്ക് കയറാതെ ആ പരിസരത്തൊക്കെ ചുറ്റിക്കറങ്ങുകയാണ്. അപ്പൊ അതിനിടയിൽ നയന പറയുന്നുണ്ട്, മോളെ ബാ, മോൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, മോളും കൂടെ അകത്ത് കയറി വരണം, ഞാൻ പറഞ്ഞതല്ലേ ഈ വിവാഹം മോള് കാണണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഈ വിവാഹം കണ്ട് നിന്റെ കണ്ണിനെ നീ പറഞ്ഞ് വിശ്വസിപ്പിക്കണം, അനി വേറൊരാളുടെ സ്വന്തമായി കഴിഞ്ഞു എന്ന് നീ വിശ്വസിക്കണം, എങ്കിൽ മാത്രമേ നിന്റെ ഈ മനസ്സിലെ ബുദ്ധിമുട്ടൊക്കെ മാറത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു. എങ്കിൽ പോലും അതിനകത്തേക്ക് വന്ന് അനി ആ ഒരു കല്യാണ മണ്ഡപത്തിൽ ഇരിക്കുന്നത് കാണാനോ, അനി നമ്മുടെ അനാമികനെ വിവാഹം കഴിക്കുന്നത് കാണാനോ ഉള്ള ഒരു ശേഷിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് കയറി ചെല്ലാതെ ഇരിക്കുകയാണ് നന്ദു ഇങ്ങനെ ചുറ്റിപ്പറ്റി ആ കല്യാണ മണ്ഡപത്തിന്റെ അതിലേക്കൂടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതേ സമയം നമ്മുടെ അനി ആയിക്കോട്ടെ വല്ലാണ്ടങ്ങ് അനിക്ക് എന്താ ഒരു കല്യാണ ചെറുക്കന്റെ സന്തോഷമൊന്നുമില്ല, മുഖത്ത് ആ ഒരു സന്തോഷം ഇതൊന്നുമില്ല. അപ്പൊ ഇടയ്ക്ക് ദേവയാനി അന്വേഷിക്കുകയാണ്, ഇതെന്താ അനി നീ ഇങ്ങനെ നിൽക്കുന്നത്, കുറച്ച് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക, നീ ഇഷ്ടപ്പെട്ട് നടത്തിയ ഒരു വിവാഹമല്ലേ, നിനക്ക് ഇഷ്ടമായി അനാമികനെ, അതുകൊണ്ടല്ലേ എല്ലാവരും കൂടെ നിനക്ക് ഈ വിവാഹം നടത്തി തരുന്നത്, അപ്പൊ നീ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് അനന്തപുരിയിലേക്ക് കയറി വരുന്ന ഒരു ആദ്യത്തെ മരുമകളായിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ നിന്റെ പെണ്ണിനെ സ്വീകരിക്കുന്ന ഒരു സന്തോഷമൊന്നും നിന്റെ മുഖത്ത് തന്നെ ഇല്ലാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ജാനകി അതായത് നമ്മുടെ ദേവയാനിനെ ഒഴിച്ചു മാറ്റി വിടുന്നുണ്ട് കേട്ടോ. കാരണം വിവരങ്ങളൊന്നും അറിയിക്കണ്ടല്ലോ എന്ന് ഓർത്ത് തന്നെയാണ് നമ്മുടെ ജാനകി ഒഴിച്ചു മാറ്റി ദേവയാനിയോട് ഓരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് മാറ്റുന്നത്. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ജലജയാണെങ്കിൽ അഭിയോട് പറയുന്നുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, എനിക്ക് എന്തൊക്കെയോ ഇതുണ്ട്. അപ്പം എന്തോ ആകപ്പാടെ മൊത്തം ഒരു പന്തികേടാണ് തോന്നുന്നത് അനീനെ കണ്ടിട്ട്.
അതുകൊണ്ട് തന്നെ ആദർശിന് അനിയോട് വേറെ ഒന്നുമല്ല പറയാനുള്ളത്. അനിയോട് ചെന്ന് പറയുന്നുണ്ട്, ആദർശ് നീ ഇങ്ങനെ നടക്കരുത്, ഒരിക്കലും നീ ഇങ്ങനെ മൂഢതയായിട്ടൊന്നും നടക്കരുത്. ഏതായാലും നിന്റെ വിവാഹം ഇനി നടക്കാൻ പോവുക. നീ ഇതൊക്കെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. നിന്റെ പെണ്ണായിട്ട് ഇനി അനാമിക ആയിരിക്കും വീട്ടിലേക്ക് കയറി വരാൻ പോവുക. അനാമിക തന്നെ ആയിരിക്കും നിന്റെ ഭാര്യയുടെ സ്ഥാനം കൈവരിക്കുക. അതുകൊണ്ട് തന്നെ നീ ഇനിയിപ്പോ എത്ര പുറകോട്ട് ചിന്തിച്ചാലും അതൊന്നും നടക്കാത്ത സംഭവങ്ങളാണ്, നടക്കാൻ പോകുന്നില്ല അതൊന്നും. അതുകൊണ്ട് നീ ഇതൊക്കെ അങ്ങ് മാറ്റി വെക്കണം. പിന്നെ ഒരു തരത്തിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയും നയനയുടെ വീട്ടുകാരൊക്കെ പറയുന്നത് ശരിയാ. ഒരു കുടുംബത്തിൽ നിന്ന് 3 മരുമക്കൾ കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത്? അതൊന്നും ഒരിക്കലും ശരിയാവുന്ന കാര്യമല്ല. ചിലപ്പം അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആകും എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. ഇപ്പൊ തന്നെ അറിയാലോ, അവിടെ നയനയും ഈ പറയുന്ന നവ്യൊക്കെ അനുഭവിക്കുന്നത് എന്താണെന്ന് അറിയാലോ. എന്റെ അമ്മയാണെങ്കിലും ഇപ്പൊ നിന്റെ അമ്മ പോലും കുറ്റപ്പെടുത്തുന്നത് നയനയാ. അപ്പൊ അതുപോലെ വലിയൊരു പ്രശ്നത്തിലേക്കായിരിക്കും നീ നന്ദുവിനെ വിവാഹം കഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നാൽ അത് നിനക്ക് ഒരിക്കലും സൗകര്യമോ സമാധാനമോ സ്വസ്ഥതയോ ഒന്നും നൽകാൻ പോകുന്നില്ല. നല്ലൊരു കുടുംബജീവിതം നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ അതൊക്കെ അങ്ങ് മറന്നേരെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ അനാമികയും കണ്ടിട്ടുണ്ടല്ലോ, എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് നയനയ്ക്ക്. അപ്പൊ നയനി ഇങ്ങനെ പറയുന്നുണ്ട്, എത്രയൊക്കെ ആണെങ്കിലും എന്തൊക്കെയോ അനാമികയും കുടുംബവും മറച്ചു വെക്കുന്നുണ്ട്, എനിക്ക് എന്തൊക്കെയോ ഒരു ചെറിയ പന്തികേട് തോന്നുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. ആര്? നമ്മുടെ നയന. അപ്പൊ നയനയ്ക്ക് ഇച്ചിരി മുൻകൂട്ടി കാണാനും കുറച്ച് ചിന്തിക്കാനും ഒക്കെ ഉള്ള ആ ഒരു കഴിവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോഴേക്കും കനകദുർഗ പറയുന്നുണ്ട്, ഹേയ് നമ്മൾ അങ്ങനെ ചിന്തിക്കുകയൊന്നും വേണ്ട, അതൊക്കെ നിനക്ക് തോന്നുന്നതാണ്. നമ്മൾ നമ്മുടെ കുട്ടീനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്ന, അപ്പൊ നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുകയൊന്നും വേണ്ട. ഏതായാലും ഇനിയിപ്പം എന്തായിക്കോട്ടെ ഏതുമായിക്കോട്ടെ നമ്മൾ ഇതിനിടെ ഇടപെടാതിരിക്കുന്നത് നല്ലത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാതിരിക്കുന്നത് നല്ലതെന്ന് ഇങ്ങനെ പറയാം. ഇതിനിടയിൽ നമ്മുടെ അനാമികയാണെങ്കിൽ വല്ലാത്ത പേടിച്ചു വിറച്ചിട്ടാണ് ഈ ഒരു വിവാഹ മണ്ഡപത്തിലേക്ക് കയറി ചെല്ലാൻ തുടങ്ങുന്നത്. അനാമികയുടെ അച്ഛനും അമ്മയും വന്നു കഴിയുമ്പോഴത്തേക്കും അനാമിക പറയുന്നുണ്ട്, ഒരിക്കലും അതായത് പൈസ മേടിച്ച അയാള് ഒരിക്കലും തിരക്കൊന്നും വരാൻ പോകുന്നില്ല, ഇങ്ങോട്ടേക്ക് ഉറപ്പായിട്ടും വരില്ല. കാരണം ഇത് ഇത്രയ്ക്ക് വലിയ കുടുംബമാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും ഈ കല്യാണ മണ്ഡപത്തിലേക്കും വരാൻ പോകുന്നില്ല, ഒരിക്കലും അവർ തിരക്കി വരാൻ പോകുന്നില്ല. അതുമല്ല, നമ്മുടെ കയ്യിൽ നിന്ന് ഇത്രയും വലിയ കുടുംബത്തിലേക്കാണ് എന്നെ വിവാഹം കഴിച്ച് അയക്കുന്നതെന്ന് അറിയുമ്പോൾ അയാൾക്ക് തന്നെ മനസ്സിലാകും പൈസ എങ്ങനെയെങ്കിലും കിട്ടുമെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഒരു ശല്യവും ഉണ്ടാകില്ല, അച്ഛനും അമ്മയും പേടിക്കണ്ട എന്നിങ്ങനെ പറയുന്നത്. പക്ഷെ അച്ഛനെ അമ്മയോട് സമാധാനപ്പെടുത്തുന്നുണ്ടെങ്കിലും അനാമികയ്ക്ക് വലിയൊരു പേടി തന്നെയാണ്, പേടി സ്വപ്നം തന്നെയാണ് കല്യാണം കഴിയുന്നത് വരെ. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ നന്ദു ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണല്ലോ. അപ്പൊ നന്ദു പെട്ടെന്ന് ഒരു സന്യാസിയുടെ മുമ്പിൽ ചെന്ന് പെടുകയാണ്. ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന നന്ദുവിന്റെ അടുത്തേക്ക് ഒരു സന്യാസി, ഒരു കൈനോട്ടക്കാരൻ സന്യാസി എന്നൊക്കെ പറയാം, രുദ്രാക്ഷമാലയൊക്കെ കഴുത്തിലിട്ടിട്ടുള്ള ഒരാളാണ് വരുന്നത്. അപ്പം അയാൾ എന്തു പറ്റി കുട്ടിക്ക് വലിയൊരു മനോവിഷമാണല്ലോ, കുട്ടിയുടെ മനസ്സ് ഇവിടെ ഒന്നും അല്ലല്ലോ, എന്താ മോൾക്ക് ഇഷ്ടപ്പെട്ടയാള് മറ്റൊരാൾക്ക് സ്വന്തമാകാൻ പോവുമല്ലേ എന്നിങ്ങനെ ചോദിച്ചതും പെട്ടെന്ന് ഞെട്ടിപ്പോവും അനാമിക. കാരണം എത്രത്തോളം ശരിയാണ് അയാൾ പറഞ്ഞതെന്ന് മനസ്സിലായി. താൻ അവിടെ വന്നിരിക്കുന്നത് മാത്രമാണ് അയാൾ കണ്ടത്, ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയത്തില്ല. എന്നിട്ട് പോലും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ സത്യം കാണുമല്ലോ. അങ്ങനെ നമ്മുടെ അനാമികയോട് അയാൾ പറയാം, മോള് വിഷമിക്കൊന്നും വേണ്ട, ഈ പറയുന്ന ആൾക്ക് ഒരിക്കലും ആ ഒരു കുടുംബ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല. അയാൾക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ മോൾക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന ആളുമായിട്ട് മാത്രമായിരിക്കും മോൾക്കൊരു ദാമ്പത്തിക ജീവിതം തുടങ്ങാൻ സാധിക്കുന്നത്. അല്ലാതെ ഒരു ദാമ്പത്തിക ജീവിതം മോള് തുടങ്ങില്ല, മോൾക്ക് അതിന് പറ്റില്ല. ഈ പറയുന്ന ആളും സ്വസ്ഥതയും സമാധാനത്തോടും കൂടി മോളുടെ കൂടെ അല്ലാതെ ഈ പറയുന്ന ഇപ്പൊ വിവാഹം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയുടെ കൂടെ ജീവിക്കാൻ പോകുന്നില്ല എന്ന് പറയും. ഇത് കേട്ടിട്ട് ഇങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് നമ്മുടെ നന്ദു. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, നാളെ രാവിലെ തന്നെ ഫുൾ വിശേഷവുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഒരു 7:30 ആകുമ്പോൾ നമ്മൾ എന്നും നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥ ഇടുന്നതായിരിക്കും. മറക്കാതെ കാണണേ, ഫുൾ വിശേഷമേ നാളെ രാവിലെ. അതിനോടൊപ്പം തന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ രാവിലെ 6:50 ആകുമ്പോൾ എന്നും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതും കാണാൻ നിങ്ങൾ മറക്കരുത്, അതും കാണാൻ എല്ലാവരും പറഞ്ഞോട്ടോ. പിന്നെ ചെയ്യുന്നത് നമ്മുടെ ബാലിന്റെയും ഗോമതിയുടെയും കഥയാണ്. അപ്പൊ അതെന്നും ഒരു 9 മണിയോടൊക്കെ കൂടിയാണ് നമ്മൾ ഇടുന്നത്. 9 മണി 9:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ അതും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.